അപ്പോൾ ഇന്നിപ്പോൾ രാവിലെയാണ് കേട്ടോ. ഇന്നെനിക്ക് ഒരു അടിപൊളി പ്രോഗ്രാം ഉണ്ട് കേട്ടോ. എനിക്ക് എന്ന് പറയാൻ കാരണം അമ്മമാർക്ക് വേണ്ടി മാത്രമുള്ള ഒരു അടിപൊളി പരിപാടിയാണ്. അപ്പോൾ ഡീറ്റെയിൽസൊക്കെ ഞാൻ വഴിയേ പറയാം. അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റു, ബ്രഷ് ചെയ്യാൻ പോകുള്ളൂ. അപ്പോൾ അതിന് മുന്നേ ഈ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് വീഡിയോ എടുത്ത് തരാനായിട്ട് വിഷ്ചേൻ്റെ ഇല്ല ഗൈസ്. വിഷ്ചേൻ്റെ പ്രവേശനമില്ലാത്തൊരു പരിപാടിയാണ്. അപ്പോൾ നോമ്പ് തന്നെയാണ്, വീഡിയോഗ്രാഫിയും എല്ലാം ഇന്ന് ഞാൻ തന്നെയാണ്. അപ്പോൾ ഒരു പ്രാക്ടീസ് ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ രാവിലെ ക്യാമറ ഓൺ ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ ഗൈസ് ഈ കാണുന്നതാണ് എൻ്റെ ഡ്രസ്സ്. കണ്ടില്ലേ, നിനക്ക് കാണിച്ചാൽ എനിക്ക് മനസ്സിലാവുമെന്ന് അറിഞ്ഞതാ. ഇതിൻ്റെ പുതിയ ഡ്രസ്സാണ് എനിക്ക് വിഷ്ചേട്ടൻ വാങ്ങിച്ചു തന്നതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇങ്ങനത്തെ നെറ്റ് ഓവർകോട്ടൊക്കെ വരുന്നത്. അപ്പോൾ നമുക്കിനി റെഡി ആയിട്ട് കാണാം കേട്ടോ. നമ്മൾ കുറച്ച് വൈകി. അപ്പോൾ പാറൂനെ ഒക്കെ റെഡി ആയിട്ട് വേണം പോകാൻ. അപ്പോൾ ഞാൻ റെഡി ആയി കഴിഞ്ഞു. എങ്ങനെയുണ്ട്? നല്ല ഭംഗിയില്ലേ കാണാൻ? കറക്റ്റായിട്ടില്ല അല്ലേ? അപ്പോൾ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ നമ്മൾ ഇറങ്ങും. പാറൂൻ്റെ മുടിയൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനി പാറൂടെ പുറത്തൊക്കെ തൊട്ട് ശുദ്ധിമായി ഇറങ്ങണം. പാറൂടെ ആരോഗ്യം കൂടുതലായതുകൊണ്ട് നമ്മൾ തൊടുമ്പോൾ തന്നെ പാറു വീഴും. അപ്പോൾ ഗൈസ് പാറൂട്ടൻ എങ്ങനെയുണ്ട്? അപ്പോൾ ഞങ്ങൾ ഇറങ്ങാൻ പോവുകയാണ്. സത്യം പറയാമല്ലോ, എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് ഇന്ന് പോകാനായിട്ട്. വേറൊന്നുമല്ല, സാധാരണ ഞാനും മിസ്റ്റേനും കൂടിയാണ് ഇതുപോലുള്ള മീറ്റപ്സ് എന്തെങ്കിലും പ്രോഗ്രാംസിനൊക്കെ പോകുന്നത്. അതല്ല, നമ്മുടെ ഫാമിലി ഫംഗ്ഷൻ ആണെങ്കിലും ഫ്രണ്ട്സിൻ്റെ ആണെങ്കിലും നമ്മൾ എല്ലാവരും കൂടി ഇല്ലേ, നമുക്കറിയാവുന്ന ആൾക്കാരാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് എനിക്ക് പരിചയമൊന്നും ഇല്ലാത്ത ഒരു പരിപാടിക്ക് പോകുന്നത്. നമ്മൾ ഇൻസ്റ്റയിലൊക്കെ കണ്ടിട്ടുള്ള ആൾക്കാരായിരിക്കണം, എന്നാലും എനിക്ക് നോ പ്രോബ്ലം ഡിയർ, നോ പ്രോബ്ലം. അപ്പോൾ വിഷയം ഇന്ന് നല്ല രാത്രി മുതൽ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. ദിസ് ഈസ് മൈ മോട്ടിവേഷൻ. അപ്പോൾ നമ്മൾ ധൈര്യം സംഭരിച്ചങ്ങനെ പോകും. എനിക്ക് പേടിയൊന്നുമില്ല, പക്ഷെ ഭയം. അതെ, ചെറിയ ഭയം. അപ്പോൾ ജങ്കാറ ഏകദേശം എത്താറായി. നമ്മുടെ ഫ്രണ്ടിൽ കൂടെ ഒരു ഷിപ്പ് പാസ് ചെയ്ത് പോയി. അത് എടുക്കണം എന്ന് എനിക്കുണ്ടായിരുന്നു, പക്ഷേ ഞാൻ ക്യാമറ പിടിച്ച് ഓണാക്കി വന്നപ്പോഴത്തേക്കും അത് അതിൻ്റെ പാട്ടിന് പോയി ഗൈസ്. എന്താണ് പൊന്ന? ഇവിടത്തെ ഒരാൾ കിടപ്പായി. കുറച്ച് സമയത്തിനുള്ളിൽ നമ്മളെത്തും. അപ്പുറത്ത് കൊച്ചി എത്തും. അവിടെ ഫ്രഞ്ച് ടോസ്റ്റ് കഫേ അല്ലേ? ഫ്രഞ്ച് ടോസ്റ്റ് കഫേയിൽ വെച്ചിട്ടാണ് നമ്മുടെ പരിപാടി. അപ്പോൾ അവിടെ ആരൊക്കെ ഉണ്ട് എന്നൊക്കെ അറിയില്ല. ഒരു 11:30 12 അവർ പറഞ്ഞ ടൈം. അതിനുള്ളിൽ എത്തണം. അപ്പോൾ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല എനിക്ക് ടെൻഷൻ ഉണ്ടെന്ന്. പക്ഷെ ഇപ്പം എൻ്റെ ടെൻഷനൊക്കെ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാനൊരു ജിങ്കല എന്നുള്ളൊരു സെറ്റപ്പിലാണ് ജിങ്ക. അപ്പോൾ ഇത് നമ്മുടെ കഫേ എത്തിയിട്ടോ. അപ്പോൾ പാറുവിനെയും വിഷയനെയും പുറത്ത് സെറ്റാക്കിയിട്ട് ഞാൻ പോന്നു. അവരോട് ഞാൻ കറങ്ങാൻ പൊക്കോളാൻ പറഞ്ഞു, അല്ലെങ്കിൽ അവർക്ക് ബോറടിക്കൂലേ. അപ്പോൾ നമ്മൾ അകത്തേക്ക് എത്തി. ഒരു ഹായ് പറയൂ. ഹായ്, ഒരു ഹായ്. അപ്പോൾ ഹായ് പറഞ്ഞത് ആരാണെന്ന് ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലേ. നമ്മുടെ സുജിത് ഭക്തൻ ചേട്ടൻ്റെ വൈഫ് ശ്വേത ഭക്തനാണ്. ആളെല്ലാവർക്കും അറിയാമല്ലോ. അതുപോലെ ജോവിതയാണ് കൂടെ ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് മോം ഇൻഫ്ലുവൻസേഴ്സ് ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് എല്ലാവരും കേട്ടോ. ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും വളരെയധികം ആക്റ്റീവായിട്ടുള്ള അമ്മമാരായിരുന്നു എല്ലാവരും. അപ്പോൾ എന്താണ് പരിപാടി എന്ന് നിങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ലേ? അപ്പോൾ വേറെ ഒന്നുമല്ല, നമ്മുടെ അവീനോ ബേബിയുടെ കേരള ലോഞ്ച് ആയിരുന്നു ഇന്നിവിടെ നടന്നതല്ലേ. സാധാരണ അവീനോയുടെ പ്രൊഡക്ട്സ് ഒക്കെ നമുക്ക് കേരളത്തിലൊക്കെ ഇങ്ങനെ പെട്ടെന്ന് അവൈലബിൾ അല്ല, നമുക്ക് പുറത്തുനിന്നൊക്കെ കൊണ്ടുവരേണ്ടി വരും. പക്ഷേ ഇനി മുതൽ അങ്ങനെയല്ല, നമ്മുടെ കേരളത്തിലും നമ്മുടെ നാട്ടിലെ കടകളിലും നമുക്ക് അവീനോ ബേബി അവൈലബിൾ ആവും. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമുക്ക് ഫസ്റ്റ് ഡേ മുതൽ ഇനി അവീനോയും യൂസ് ചെയ്യാൻ പറ്റും. എന്നെ പാറുവിനെയും ഇന്നകത്തോട്ട് കയറ്റില്ല, കാരണം അമ്മമാരുടെ മാത്രം പരിപാടിയാണ്. അപ്പം ഞങ്ങൾ ഇന്ന് പുറത്ത് അല്ലേ. അപ്പോൾ ഇവിടെ ആണെങ്കിൽ കുറേ സംഭവങ്ങൾ കാണാനുണ്ട്. ഫോട്ടോ വെച്ച് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ബോറടിക്കില്ല. കൊച്ചിനായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ കപ്പലൊക്കെ ഉണ്ട് ഓപ്പോസിറ്റ് ഇവിടെ. പിന്നെ കുറേ കടകളും പാർക്കുകളും എല്ലാ സംഭവങ്ങളും ഉണ്ട്. നാരങ്ങ വേണ്ട, ഉപ്പ് വേണോടാ? മുളക് പൊടി വേണ്ട കേട്ടോ, ഒട്ടും വേണ്ട. ഒള്ളി 60 റുപ്പീസ്, അതായത് ഈ ഒരു ഗ്ലാസ് നിറച്ചും. പിന്നെ മുളക് ഇട്ടതും ഇടാത്തതും നാരങ്ങ ഇട്ടതും ഒക്കെ ഉണ്ട്. ഇഷ്ടമാണോടാ? ഉപ്പും പിന്നെ ഉപ്പും ഇത്തിരി മുളകും. അവീനോ ബേബിയുടെ ഈ ഒരു ഇവൻറ്റിൽ പങ്കെടുത്തതിലൂടെ എനിക്ക് ആക്ച്വലി ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റി കേട്ടോ. കാരണം ഒരു മോയ്സ്ചറൈസറിൻ്റെ ഇമ്പോർട്ടൻസ് ഒന്നും എനിക്ക് അത്ര വലിയ അറിവൊന്നും ഉണ്ടായിരുന്നില്ല. പാറൂക്ക് ആയിരുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ ഞാനങ്ങനെ മോയ്സ്ചറൈസിങ് ലോഷനൊന്നും അവൾക്ക് കുഞ്ഞിലെ യൂസ് ചെയ്തിട്ടേ ഇല്ല. അവൾ വലുതാവുന്നതനുസരിച്ച് അവളുടെ സ്കിന്നിന് ഡ്രൈനെസ് ഒക്കെ കൂടിയപ്പോഴാണ് യൂസ് ചെയ്യാനൊക്കെ തുടങ്ങിയത്. പക്ഷേ ആര്യന് ഞാൻ യൂസ് ചെയ്യാറുണ്ടായിരുന്നു ജനിച്ചപ്പോൾ മുതൽ. കാരണം ഞങ്ങളുടെ പീഡിയാട്രീഷ്യൻ തന്നെ പറയുമായിരുന്നു വാവയ്ക്ക് ഡെയിലി മോയ്സ്ചറൈസർ യൂസ് ചെയ്യണം എന്നുള്ളത് കേട്ടോ. അത് കഴിഞ്ഞ് അവൻ ജനിച്ച് കുറച്ചും കൂടി കഴിഞ്ഞപ്പോഴാണ് ഞാൻ അവീനോ ബേബിനെ പറ്റി അറിയുന്നതും
ഞാനത് യൂസ് ചെയ്തു തുടങ്ങി. എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ട് ഞാൻ ഇപ്പോഴും അത് തന്നെയാണ് അവന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഇവൻറ്റിൽ പങ്കെടുത്ത ഒരുപാട് അമ്മമാരുണ്ടായിരുന്നു അവീനോ ബേബി യൂസ് ചെയ്യുന്നത്, അല്ലാത്തവരും ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാവർക്കും കൃത്യമായിട്ടുള്ള ഒരു അവയർനെസ് കിട്ടി. കാരണം അവീനോയുടെ ബേസിക് എലമെൻ്റ് എന്ന് പറയുന്നത് തന്നെ ഓട്സ് ആണ്. ഓട്സ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നമ്മുടെ സ്കിന്നിനാണെങ്കിലും ബോഡിക്കാണെങ്കിലും ഒക്കെ ഒരുപാട് നല്ലതാണ്. കുഞ്ഞുവാവകൾക്കിപ്പോൾ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റാണ്. പിന്നെ നമുക്ക് എല്ലാവർക്കും ടെസ്റ്റ് ചെയ്യാനൊക്കെ ഒരു പ്രൊഡക്റ്റൊക്കെ അവിടെ തന്നിട്ടുണ്ടായിരുന്നു. ഇത് ഇതാണ്ട് നമ്മുടെ കോൺ, ഇത് ഗ്ലാസ് നിറച്ചുണ്ട്. ഇഷ്ടമായ? സൂപ്പർ. ഹായ്, എങ്ങനെയുണ്ട്? ഇഷ്ടമായ? അപ്പം അതൊക്കെ പതുക്കെ തിന്നാൽ മതി. ഉപ്പിലിട്ട ഐറ്റംസ് നല്ലതാണ്ടാ, കൊള്ളാം. ഈ കട ഓർത്ത് വെച്ചോ. അപ്പം ഞങ്ങൾ ഓരോ കടകളും ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് അവിടുത്തെ ഫുഡുകൾ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഞങ്ങൾക്ക് ബോറടി മാറ്റണം അല്ലേ? അപ്പോൾ അതാണ് പരിപാടി. ഞങ്ങളിത് കോൺ കഴിച്ചു, പിന്നെ ഒരു കരിക്ക് കഴിച്ചു, ഇപ്പോൾ ഇതേ പൈനാപ്പിൾ കഴിച്ചു, പിന്നെ ഞാനൊരു സവാള വടയും ചായയും കുടിച്ചു ഈ സമയം കൊണ്ട്. കാരണം നിലവിൽ ഇപ്പം നമ്മളാകെ നമ്മുടെ മീറ്റപ്പ് തുടങ്ങിയിട്ട് ഒരു 2 മണിക്കൂറേ ആയിട്ടുള്ളൂ അല്ലേടാ? അപ്പോൾ അവിടുത്തെ പരിപാടികൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കണ്ടുകൊണ്ടിരിക്കുക. അവിടെ ഇപ്പോൾ എന്തായിരുന്നാവും. ഇനി ഇവൻറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ അടിപൊളിയായിരുന്നു കേട്ടോ. ഇതുപോലുള്ള ക്ലാസ്സുകൾ മാത്രമല്ല, നല്ല ഫണ്ണി ആയിട്ടുള്ള ഗെയിംസും, പിന്നെ ഒരുപാട് മോം ഇൻഫ്ലുവൻസേഴ്സിനായിട്ട് ഇൻറ്ററാക്ട് ചെയ്യാൻ പറ്റി, അവരെയൊക്കെ പരിചയപ്പെടാൻ പറ്റി, കുറേ ഫ്രണ്ട്സിനെ കിട്ടി, പിന്നെ അടിപൊളി ലഞ്ചും അവർ നമുക്കായിട്ട് ഒരുക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തു. അപ്പോൾ കണ്ടില്ലേ നമ്മുടെ ഇവൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്കൊരു വലിയ ഗിഫ്റ്റിൻ്റെ ഒരു ഇതൊക്കെ തന്നിട്ടുണ്ട്. എല്ലാവർക്കും ഉണ്ട് കേട്ടോ, നമ്മൾ പങ്കെടുത്ത എല്ലാ മോംസിനും ഉണ്ട്. നമ്മളെല്ലാവരുടെ അടുത്തും പോയി സംസാരിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഞാനവിടെ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ അതേ ഇവിടെ പുറത്ത് വിശ്വനും പാറും എന്നെ വെയിറ്റ് ചെയ്തിരിപ്പുണ്ടാവും. ഫുഡ് കഴിച്ചോ എങ്ങനെയാണോ എന്നൊക്കെ അറിയില്ല, കഴിച്ചോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഹാമ്പറിൽ ഉണ്ടായിരുന്ന ഐറ്റംസ്. അവീനോടെ അടിപൊളി മോയ്സ്ചറൈസിങ് ലോഷനും അതുപോലെ ബോഡി ആൻഡ് വാഷ്, ബേബി ക്രീം, അങ്ങനെ കുറേ പ്രൊഡക്ട്സ് ഉണ്ടായിരുന്നു കേട്ടോ. ആക്ച്വലി ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ US പീഡിയാട്രിഷ്യൻസ് റെക്കമെൻഡ് ചെയ്യുന്ന പ്രൊഡക്റ്റാണ് ഗൈസ്. അപ്പം ഞങ്ങൾ ഇതിൻ്റെ പുറത്ത് കാർ പാർക്കിംഗ് ചെയ്ത് ഞങ്ങളിവിടെ ഇരിക്കുകയാണ് അല്ലേടാ? നമുക്കപ്പം ഇനി എന്താണ് പരിപാടി? അതെ, ഞങ്ങൾക്ക് ഇനി കുറച്ച് സമയം കൂടി വെയിറ്റിംഗ് ഉണ്ട്. ആള് പൈനാപ്പിളൊക്കെ കഴിച്ചായിരുന്നേ, നേരത്തെ നമ്മൾ പറഞ്ഞല്ല. അതിൻ്റെ ഇത് പല്ലിനിടെ കയറിയിട്ടിരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾക്ക് ഇനി പരിപാടി കുറച്ച് സമയം കൂടി വെയിറ്റ് ചെയ്യണം. അപ്പോഴൊക്കെ നമ്മുടെ ആൾ വരും. കഴിയാറായിട്ടുണ്ട്. അത് നമുക്ക് ബോയ്സിനൊന്നും അങ്ങോട്ട് പ്രവേശനമില്ല. പൗർണമിക്കും ഇല്ല കേട്ടോ, പൗർണമിക്കും പ്രവേശനമില്ല, കുട്ടികൾക്കും പ്രവേശനമില്ല. എടാ അമ്മ എന്തിടാ കുറേ സമയമല്ല പോയിട്ട്? അപ്പോഴേ ഞാൻ വീഡിയോ എടുത്ത് ഞാൻ പുറത്തേക്ക് പോയി. ഇവിടെ എവിടെയോ ആണ് നമ്മുടെ വണ്ടി. ഞാൻ അന്വേഷിച്ച് പിടിച്ച് കണ്ടുപിടിക്കട്ടെ ഗൈസ്. അപ്പോൾ അതേ കണ്ടോ, നമ്മുടെ അച്ഛനും മോളും നമ്മുടെ വെയിറ്റിംഗ് ആണ്. എത്തി നമ്മുടെ അച്ഛനും മോളും ഇവിടെ വെയിറ്റിംഗ് ആണ്. ഞങ്ങള് അവിടെ ഭയങ്കര പരിപാടിയായിരുന്നു. ഞങ്ങള് ചെറിയ വ്ളോഗൊക്കെ എടുത്തിട്ടുണ്ട്. എങ്ങനെയുണ്ടായി പരിപാടി? എങ്ങനെയുണ്ടായി? പരിപാടി അടിപൊളിയായിരുന്നു, നല്ലൊരു മീറ്റപ്പ് ആയിരുന്നു. ഇനി ഉണ്ടാവും. എന്താണ് ഇത് പങ്കെടുക്കുന്ന എല്ലാ മോംസിനും ഗിഫ്റ്റ് ഉണ്ട്. അവീനോ ബേബിയുടെ ഗിഫ്റ്റുകളാണ്. അവീനോ ബേബിയുടെ ഗിഫ്റ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ